അതെ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ച ആ ചോറൂണിൻ്റെ കഥകളല്ലേ, അതിൻ്റെ തുടർക്കഥയാണിത്. കാരണം നമുക്ക് കൺമണി ഒത്തിരി ലേറ്റായിട്ടുണ്ടായ കുട്ടിയാണ്. പിന്നെ പെൺകുട്ടി വേണമെന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുണ്ടായ പെൺകുട്ടിയാണ്. അപ്പം ഒത്തിരി സ്പെഷ്യലാണ്. പിന്നെ മോനെക്കാട്ടിലും 10 വയസ്സ് ഗ്യാപ്പല്ലേ, അപ്പം അത്രയും ചെറുത് ഒക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ 10 അമ്പലങ്ങളിലൊക്കെ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് അമ്പലങ്ങൾ കഴിഞ്ഞു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗുരുവായൂരാട്ടോ. അപ്പോൾ ഗുരുവായൂർ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ പോയ കുറച്ച് അമ്പലങ്ങൾ. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനാപുരത്ത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ശാസ്താംകാവ് അമ്പലം. പിന്നെ ഇതാട്ടോ ഇതിനടുത്തുള്ള അമ്പലം. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ കുറച്ച് അമ്പലങ്ങളും കൂടി ഇന്ന് പോകാനുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ വണ്ടി എടുത്ത് രാവിലെ പോരുന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ അത്രയും വെളുപ്പിനൊന്നും ഇറങ്ങിയില്ല. കാരണം നമ്മളിന്ന് നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള അമ്പലങ്ങളിൽ തന്നെയാണ് പോകുന്നത്. ശാസ്താംകാവ് അമ്പലം, പിന്നെ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം, കൂടൽ ദേവി ക്ഷേത്രം, പിന്നെ നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലം, അതുപോലെ തന്നെ പട്ടാഴി അമ്പലം. ഇത്ര അമ്പലങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ചില അമ്പലങ്ങളിൽ ചിലപ്പം അകത്തും ചോറ് കൊടുക്കുന്നു. അങ്ങനെ ഇല്ല. നമ്മൾ ഈ പോയ ഓരോ അമ്പലങ്ങളിലും അകത്ത് ചോറൊന്നും ഞാൻ കണ്ടില്ല. കാരണം അകത്ത് വെച്ച് നമ്മൾ പ്രസാദം പോലും കഴിക്കാറില്ല എന്നാണ് എനിക്കൊരു വിശ്വാസം. കാരണം ഇങ്ങനെ എച്ചിലാക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കൺമണിയെ ഞാൻ വെളുപ്പിനെ അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ കണ്ണും പെരുകൊക്കെ എഴുതും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ ഒരുക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ, പിന്നെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ കൊച്ചുങ്ങളെ ഒരുക്കി കരിയൊക്കെ വരച്ച് കൊണ്ടു നടക്കണം, നിറച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊണ്ടു നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്ക് സ്വർണം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇട്ട് കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ നിറയെ ഇടിപ്പിക്കും. എന്തായാലും രാവിലെ തന്നെ നമ്മൾ വന്നു സമയത്ത് തന്നെ തലേന്നെല്ലാം അച്ഛൻ വിളിച്ച് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തുലാഭാരമൊക്കെ ഉണ്ട് കുഞ്ഞിനിവിടെ. പിന്നെ അടിമ കടത്തുക എന്ന് പറയാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, ഇതൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ രാവിലെ വന്നു, എല്ലാവരും പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ചോറൂണൊക്കെ നല്ല മംഗളകരമായിട്ട് നടന്നു. ഇതുവരെ നമ്മൾ പോയ ഓരോ അമ്പലങ്ങളിൽ പോലും അവളൊന്ന് കരയോ വഴക്കുണ്ടാക്കിയോ ഒന്നും ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയും ഡയപ്പർ മാറ്റിയും പാല് കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അങ്ങനെ വാശി പിടിച്ചൊരു കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും ചോറൂണ് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ പുറത്തിരുന്ന് തന്നെയാണ് ചോറൂണ് കഴിഞ്ഞത്. പിന്നെ നമ്മൾ തുലാഭാരം തൂക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും അമ്പലത്തിലും ഒന്ന് ആൾ കുറവായിരുന്നു. കുറച്ച് പേരൊക്കെ, നമുക്ക് പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാകുമ്പോൾ വളരെ കുറച്ച് പേരെല്ലാം ഉള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ ആലോചിക്കും നമ്മുടെ നാട്ടിലെ ഓരോ രീതികൾ എന്തൊക്കെയല്ലേ. നമുക്ക് മാത്രമുള്ള ചില എന്താ പറയുക, തുലാഭാരം തൂക്കലായാലും ചോറൂണായാലും. ഇപ്പോൾ കാനഡയിലാണെങ്കിൽ ഇങ്ങനൊന്നുമില്ല. 6 മാസം ആകുമ്പോൾ തൊട്ട് അവരങ്ങ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എത്ര വ്യത്യാസമാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എത്ര അമ്പലങ്ങളിൽ പോയിട്ടാണ് അവൾക്ക് നമ്മൾ ഫുഡ് പോലും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ചോറൂണ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അവളെ ശ്രീകോവിലിൻ്റെ മുന്നിൽ അടിമ കിടത്തുക എന്ന് പറയും. ഗുരുവായൂർ നമ്മൾ ചെയ്തായിരുന്നു. പാവരിച്ചിട്ടിട്ട് അതിലിങ്ങനെ കുറച്ച് നേരം കിടത്തി. പിന്നെ കാർത്തിമോൻ്റെ മുണ്ട്, എപ്പോഴും കുഞ്ഞല്ലേ മുണ്ട് കൊടുക്കാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മുണ്ടുടിപ്പിച്ച് കൊടുക്കില്ല. ഈ വീഡിയോയിൽ അങ്ങോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് കാണാം മുണ്ടഴിഞ്ഞു പോകുന്നു, അച്ഛൻ കൊടുത്തു കൊടുക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് നേരെ കലഞ്ഞു അമ്പലത്തിലെത്തി. കലഞ്ഞു അമ്പലം നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ശാസ്താംകാവ് അമ്പലമാണ്, അതായത് അയ്യപ്പൻ്റെ അമ്പലമാണ് നമ്മുടെ വീടിനടുത്തുള്ളത്. കുറച്ചുകൂടെ ദൂരെയാണ് കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം. ആദ്യം പോയത് അയ്യപ്പൻ്റെ അമ്പലത്തിലും ഇപ്പോൾ ഉള്ളത് ശിവൻ്റെ അമ്പലത്തിലുമാണ്. ഇനി നമ്മൾ ഗണപതിയുടെ അമ്പലത്തിൽ പോവും, ദേവിയുടെ അമ്പലത്തിൽ പോവും. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ ഇങ്ങനെ അമ്പലങ്ങളിലെല്ലാം പോകാൻ പറ്റുന്നതിൽ. അപ്പം ഇവിടുത്തെ നമ്മൾ ചോറൂണിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, നമുക്ക് സമയവും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം പോയി ചോറൂണ് കൊടുക്കണ്ടേ, അത് കാരണം സമയമില്ലായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൂടൽ ദേവി ക്ഷേത്രത്തിലാട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. കാരണം ചോറൂണ് നമ്മൾ നേരത്തെ വിളിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചോറൂണിന് അവർ എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാക്കുമോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ചോറൂണും കഴിഞ്ഞു. നേരെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലോട്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഈ രാവിലെ നമുക്ക് 10 മണിയാകുമ്പോൾ അമ്പലങ്ങൾ അടയ്ക്കും. ചോറൂണിന് സമയമുണ്ട്, അതിന് മുന്നേ ഇവിടെ എല്ലാം ഓടി എത്തണം. അപ്പോൾ നമ്മൾ എത്രമാത്രം ഒരു ഇതെടുത്തിട്ടുണ്ടാവും, എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെത്തി. ഇവിടെ വരുമ്പം എൻ്റെ എന്തോ സ്വന്തം ഒരു സ്ഥലത്ത് പോയൊരു ഫീലാണ്. കാരണം ചെറുതിലെ തൊട്ടേ എനിക്ക് ഗണപതിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗണപതിയുടെ ചെറിയ സ്റ്റാച്ചു എവിടെ പോയാലും, മറ്റേ ഐഡൽസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ എവിടെ പോയാലും ഞാനിങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. വീട്ടിൽ കുറേ ഉണ്ട്, കുറേയൊക്കെ എവിടെയോ പോയി. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു വിനായകൻ. പിന്നെ അതുപോലെ തന്നെ ശിവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിവൻ്റെ ഒരു ടാറ്റു എൻ്റെ കയ്യിലെങ്ങാനും അടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പേടിയായതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല.
അപ്പോൾ അങ്ങനെ ഗണപതി അമ്പലത്തിൽ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നു. എപ്പോൾ വന്നാലും ഉണ്ണിയപ്പം ഈസ് എ മാസ്റ്റ്. അതുകൊണ്ട് അതിൻ്റെ റെസിപ്റ്റ് ആദ്യം തന്നെ പോയി എടുത്തു. വലിയ ക്യൂ ആയിരിക്കും എപ്പോഴും. അതൊക്കെ എടുത്ത് കൈ പിടിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസം. അതിനുശേഷം വന്നു. ചോറൂണിന് എല്ലായിടത്തും നമ്മൾ റെസിപ്റ്റ് എടുക്കണം കേട്ടോ. ഇവിടെ എടുത്തു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ അമ്പലങ്ങളിലും. അങ്ങനെ ഇവിടെ അവളിങ്ങനെ ചോറൂണ് തന്നെ, മധുരം കഴിക്കുന്നു, എരിവ് കഴിക്കുന്നു. ഓരോ അമ്പലത്തിലും ഓരോ രീതിയിലാട്ടോ ഇലയിലുള്ള ഫുഡും. ചില അമ്പലങ്ങളിൽ പുളി പ്രത്യേകം വെച്ചിട്ടുണ്ട്, മുളക് പൊടി വെച്ചിട്ടുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ഓരോരോ സാധനങ്ങൾ. പുളിയൊക്കെ ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ കണ്ടു. അങ്ങനെ എല്ലായിടത്തും ഒരേപോലത്തെ ഫുഡല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. വ്യത്യാസമുണ്ട്, ഓരോ നാടിൻ്റെ വ്യത്യാസം പോലെ. അങ്ങനെ എല്ലാവരും തൊട്ട് കൊടുത്തു. അതിനുശേഷം ഇനിയിപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അകത്ത് നമ്മൾ മാല എന്തോ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്റ്റ് കയ്യിലിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ലേറ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ചോറൂണും കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, നേരത്തേക്ക് ഇവിടെ വരുമ്പോൾ ഒത്തിരി സമയം അവിടെ പുറത്തുള്ള കുളത്തിലൊക്കെ പോയി കാലിൽ വെള്ളത്തിലിട്ട് വെള്ളം കുടയാനെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്. എന്നിട്ട് അവിടെ പോയി കുറേ നേരം മീനെയും കണ്ടുകൊണ്ട് നിന്ന് അവിടുത്തെ കടകളിലൊക്കെ കയറി നിരങ്ങി എന്തെങ്കിലുമൊക്കെ പുതിയത് വാങ്ങാനുണ്ടോ, ഗണപതിയുടെ വല്ല പുതിയ ഇത് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി നടന്നുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പോൾ ഒന്നിനും സമയമില്ല. ഉണ്ണിയപ്പം വാങ്ങുന്ന സമയമായപ്പോൾ അച്ഛൻ അകത്ത് കൊടുക്കാനുള്ള റെസിപ്റ്റിൻ്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചു. അത് കൊടുക്കാൻ വേണ്ടി അച്ഛൻ പിന്നെ അകത്ത് പോയി. ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും എല്ലാം കിട്ടി. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. കൺമണി നല്ല ഉറക്കമായി. കൺമണിക്ക് ഇനിയിപ്പം എല്ലായിടത്തുനിന്നും ഫുഡൊക്കെ കഴിച്ച് ആകെ ടയേർഡായിട്ടുണ്ട്. നമ്മുടെ ചോറൂണ് ഇന്നത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് എപ്പോൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നാലും പട്ടാഴി ദേവിയെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. എനിക്ക് പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെയും പോകാൻ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും രാവിലെ എണീക്കാനുള്ള മടി നല്ലോണം ഉണ്ടെങ്കിലും ഇപ്പം അതൊന്നും ഇല്ല. അതൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ അമ്പലത്തിൽ പോകാൻ. ഇതാട്ടോ പട്ടാഴി അമ്പലം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അവിടെ നമ്മൾ ചോറൂണൊന്നും ഇല്ലായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.